നടൻ ദിലീപ് ജനപ്രിയ നായകനായത് എങ്ങനെ? അതിന് തുടക്കം കുറിച്ച് കുറച്ച് സിനിമകളുണ്ട്. ആ ഒരു സിനിമകൾ, ആ ഒരു വർഷത്തെ സിനിമകളെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 98 എന്ന വർഷം റിലീസായ പഞ്ചാബി ഹൗസ്, ആ ഒരു സിനിമയാണ് ദിലീപിന്റെ കരിയർ ഒന്ന് മാറ്റിമറിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ദിലീപിന് ഒരു നായകനായിട്ട് അടുത്ത ഒരു ലെവലിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കിട്ടിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ സിനിമകളൊന്നും വിചാരിച്ച പോലെ, ഒരു പഞ്ചാബി ഹൗസ് പോലെ ഒന്നും ഹിറ്റ് ആയിരുന്നില്ല. 99 എന്ന വർഷം ദിലീപ് ചെയ്ത സിനിമകൾ, അല്ലെങ്കിൽ ദിലീപിന്റേതായിട്ട് റിലീസായ സിനിമകളെ കുറിച്ചൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2000-ൽ റിലീസായ സിനിമകളാണ്. 2000 എന്ന വർഷം, അതായത് 99-ലെ വിജയങ്ങളും പരാജയങ്ങളൊക്കെ കഴിഞ്ഞ് 2000-ൽ ദിലീപിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഒരു സിനിമ മിസ്റ്റർ ബട്ട്ലർ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2000 എന്ന വർഷം ആദ്യത്തെ ഒരു 5-6 മാസമൊന്നും ദിലീപിന് റിലീസുകൾ ഉണ്ടായിരുന്നില്ല. അത് പല സിനിമകളും നീണ്ടുപോയതാണ് കാരണം. ഷൂട്ടിംഗ് നീണ്ടുപോവുകയും അല്ലെങ്കിൽ റിലീസ് നീണ്ടുപോവുകയൊക്കെ ചെയ്തു. മിസ്റ്റർ ബട്ട്ലർ ശരിക്ക് 99-ൽ ഇറങ്ങേണ്ട പടമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം 99 ഓണത്തിന് പട്ടാഭിഷേകമൊക്കെ റിലീസായ ആ ഒരു ഓണം സീസൺ, പട്ടാഭിഷേകം, പല്ലവൂർ ദേവനാരായണ റിലീസായ ആ ഒരു ഓണം സീസണിൽ മിസ്റ്റർ ബട്ട്ലർ റിലീസ് ആവുമെന്നൊരു ന്യൂസ് ഞാൻ എവിടെ വന്ന് വായിച്ചതായിട്ടൊരു ഓർമ്മയുണ്ട്. കാരണം മിസ്റ്റർ ബട്ട്ലറിന്റെ ട്രെയിലറോ സോങ്സോ ഒക്കെ ആ സമയത്ത് അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ടിവിയിലും അല്ലാതെയൊക്കെ. പിന്നെ കാസറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്റെ പാട്ടുകളുടെയൊക്കെ. പക്ഷെ ഈ സിനിമ നീണ്ടുപോയി 2000-ലാണ് ആ ഒരു സിനിമ റിലീസ് ആവുന്നത്. എനിക്ക് കൃത്യമായിട്ട് ആ ഒരു മാസം ഓർമ്മയില്ല. പക്ഷെ മിസ്റ്റർ ബട്ട്ലർ അന്ന് തിയേറ്ററിൽ അങ്ങനെ വൻ വിജയമൊന്നുമല്ല. പക്ഷെ നമുക്കറിയാം ഇന്ന് ആ ഒരു സിനിമ നല്ല ജനകീയമായിട്ടുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ കണ്ട് റിപ്പീറ്റ് ആയിട്ടൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരുപാട് കൈയടിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ അന്ന് ആ ഒരു സിനിമ തിയേറ്ററിൽ അങ്ങനെ വലിയൊരു ഓളം സൃഷ്ടിച്ച, നമ്മൾ ഈ പഞ്ചാബി ഹൗസ് പോലെയോ ഒന്നും പോലെ വിജയിച്ച ഒരു സിനിമയല്ല. അത് പാണ്ഡ്യരാജൻ എന്ന തമിഴിലെ നടൻ അദ്ദേഹം ചെയ്ത ഒരു സിനിമ, ഗോപാല എന്ന സിനിമയുടെ പേര്. ആ ഒരു സിനിമയുടെ റീമേക്ക് ആണ് ശരിക്കും മിസ്റ്റർ ബട്ട്ലർ. ശശി ശങ്കർ എന്ന ഡയറക്ടർ ദിലീപിനെ വെച്ച് കുറെ സിനിമകൾ ആ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മന്ത്രമോതിരം പോലത്തെ സിനിമകൾ ചെയ്തു. അതായിട്ട് പിന്നീട് നമുക്കറിയാം കുഞ്ഞിക്കൂനൻ എന്ന് പറഞ്ഞ വലിയൊരു സൂപ്പർ ഹിറ്റ് ദിലീപിന് കൊടുത്തു. അപ്പൊ അദ്ദേഹം ചെയ്ത സിനിമ മിസ്റ്റർ ബട്ട്ലർ കുറച്ച് വൈകി ഇറങ്ങിയതുകൊണ്ട്, പക്ഷെ ആ സിനിമ അങ്ങനെ ഒരു പരാജയമൊന്നുമല്ല. ചെറിയ രീതിയിലൊക്കെ ഓടി, പിന്നീട് B ക്ലാസ് A ക്ലാസ്സിലൊക്കെ ഓടി. അത് നഷ്ടമൊന്നും വരാത്ത ചെറിയൊരു ബഡ്ജറ്റിലെ ചെയ്ത സിനിമ ആയതുകൊണ്ട് അങ്ങനെ തട്ടുകേടില്ലാതെ പോയി എന്നാണ് അറിവ്. പക്ഷെ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് ആയില്ല. പിന്നെ മറ്റൊരു സിനിമ വർണ്ണക്കാഴ്ചകൾ. സുന്ദർദാസ് എന്ന സംവിധായകൻ, സല്ലാപം പോലത്തെ ഒരു വലിയൊരു ഹിറ്റ് കൊടുത്ത, ദിലീപിന് ഹിറ്റ് കൊടുത്ത സംവിധായകനാണ് സുന്ദർദാസ്. അദ്ദേഹം ചെയ്തൊരു സിനിമയാണ്. അത് ശരിക്കും ഒരു സീരിയസ് സിനിമയായിരുന്നു. അതിൽ പൂർണിമ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സിനിമ അനൗൺസ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു വാർത്ത, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് സംയുക്ത വർമ്മയായിരുന്നു അഭിനയിക്കുന്നത്. പക്ഷെ അത് പിന്നീട് അഭിനയിച്ചത് പൂർണിമയാണ്. അതിൽ ഒരു സീരിയസ് ഒരു മൂഡിലുള്ള സിനിമ. നേരത്തെ പറഞ്ഞ പോലെ ദിലീപിന് ഒരു ചെറിയൊരു രീതിയിൽ ഒരു പ്രാന്തന്റെ, ഒരു തറവാട്ടിന്റെ ഒരു അനിയനെ, എൻ്റെ ഫർഗീസിന്റെ അനിയനെ കുറെ മുമ്പ് കണ്ടിട്ടുള്ള ഒരു ട്രാജഡി സംഭവിച്ചിട്ട് അങ്ങനെ ദിലീപിന് മെന്റലി പ്രോബ്ലം ആവുന്നൊക്കെയാണ് ആ ഒരു സിനിമ. ചെറിയൊരു കഥ, കുഴപ്പമില്ല, നല്ലൊരു സിനിമ തന്നെയാണ്. പക്ഷെ അതും ഈ പറഞ്ഞ തിയേറ്ററിൽ അങ്ങനെ വലിയൊരു വിജയമല്ലായിരുന്നു. അത് 2000 ഓണത്തിന് മുമ്പാണ് റിലീസ് ആയതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതായത് ആ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസം 2000-ലെ ഓണത്തിന് വലിയ സിനിമകളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് റിലീസായ ഒരു സിനിമയായിരുന്നു വർണ്ണക്കാഴ്ചകൾ. ഇത് കഴിഞ്ഞിട്ട് ഓണം സീസണും കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ആ ഓണത്തിന് ഇറങ്ങേണ്ട ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ ദിലീപ് 99-ൽ ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു സിനിമയാണ്. കുറച്ചു കാലം നീണ്ടുപോയി. ദിലീപിന്റെ ഗുരുവായ, അല്ലെങ്കിൽ ഗുരുതുല്യനായ ദിലീപ് കരുതുന്ന ലോഹിദാസ് സംവിധാനം ചെയ്ത സിനിമ. ദിലീപിനെ കുഞ്ചാക്കോ ബോബനെയും ആലോചിച്ചു. പക്ഷെ കുഞ്ചാക്കോവിന്റെ ഡേറ്റ് കിട്ടിയില്ല. കുഞ്ചാക്കോന് ആ റോള് നിരസിച്ചു. പകരം നിശാന്ത് സാഗർ എന്നൊരു പുതുമുഖമല്ല, അതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. നിശാന്ത് സാഗർ വരുന്നു, മഞ്ഞ് വരുന്നു, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് സിനിമയിൽ. ബിന്ദു പണിക്കർ, ബഹദൂറിന്റെ ലാസ്റ്റ് സിനിമയാണ്, അതാണ് ജോക്കർ. അപ്പൊ ജോക്കർ സിനിമ ശരിക്കും 2000-ൽ റിലീസ് ആവേണ്ടതായിരുന്നു. അല്ല, 99-ലും റിലീസ് ആവേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 99 ഷൂട്ട് തുടങ്ങി, ഒരു കുറച്ച് മുമ്പ് റിലീസ് ആവണമെന്ന്. പക്ഷെ പല കാരണങ്ങളും നീണ്ടുപോയി. പക്ഷെ ആ സിനിമ 2000 സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ഫസ്റ്റ് വീക്കോ, അത് ഓണം കഴിഞ്ഞിട്ടാണ് റിലീസായത്. ഓണത്തിന് റിലീസ് ആവേണ്ടതായിരുന്നു, പക്ഷെ റിലീസ് ആയില്ല. ജോക്കർ ആണ് ദിലീപിന്റെ കരിയർ. എനിക്കൊണ്ട് ഇന്ന് കാണുന്ന ഒരു ജനപ്രിയ നായകൻ ദിലീപ് ആവാൻ കാരണം തുടക്കം കുറിച്ചൊരു സിനിമ ജോക്കർ തന്നെയാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ദിലീപിന്റെ ഒരു വിജയ യാത്ര, ഒരു ഗ്രാഫ് അങ്ങോട്ട് ഉയർന്നു പോയത്. ജോക്കർ അന്ന് വലിയ പ്രതീക്ഷയൊന്നും ചിലപ്പോ അന്ന് സിനിമാ ലോകത്തിന് ഇല്ലായിരിക്കും. കാരണം അന്ന് ആ സിനിമ തൃശ്ശൂർ ബിന്ദു തിയേറ്ററാണ്. ഈ ബിന്ദു തിയേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു തിയേറ്ററും കിട്ടാതെ ഇറക്കുന്ന തിയേറ്ററാണ് ബിന്ദു. അങ്ങനെ ഇറങ്ങിയ സിനിമയെന്ന് ഞാൻ ബിന്ദു തിയേറ്ററാണ് സിനിമ പോയി കണ്ടിട്ടുള്ളത്. അന്ന് ശരിക്കും ആ ഓണത്തിന് റിലീസ് ആവാൻ കാരണം, റിലീസ് ആവുമായിരുന്നു ഞാൻ പറയാൻ കാരണം, അന്ന് ഈ സിനിമകളുടെ ട്രെയിലറുകളോ എന്തോ TV ചാനൽസിലോ
പാട്ടുകളൊക്കെ കാണിക്കരുതെന്നോ ഞാൻ മറന്നു. എന്തോ ഒരു ഇഷ്യൂ എന്നുണ്ട്. സിനിമ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ എന്തൊരു നിയമം കൊണ്ടുവന്നത് സിനിമകളുടെ പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ TV ചാനൽസിന്റെ റിലീസിന് മുമ്പ് കൊടുക്കരുതെന്നോ അങ്ങനെ ഒരു ബാൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് ജോക്കർ, മധുരനൊമ്പരക്കാറ്റ്, അങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾക്കൊക്കെ ഒരു ബാൻ പോലെ ആ സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷെ മധുരനൊമ്പരക്കാറ്റ് അത് 2000 ഓണത്തിന് ഇറങ്ങി, ജോക്കർ കുറച്ച് വൈകി ഇറങ്ങി, കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തോ ഒരു ബാൻ പോലെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ചർച്ചയിലൂടെ അവരത് പരിഹരിച്ചു. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയണം. എന്തോ പ്രൊഡ്യൂസർ അസോസിയേഷനോ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനോ അങ്ങനെ ആരോ, അതോ തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷനോ ഏതൊരു അസോസിയേഷൻ കൊടുത്തൊരു പരാതിയുടെ പുറത്തായിരുന്നു അന്ന് അങ്ങനെ ഒരു ബാൻ ഉണ്ടായിരുന്നു. എന്തായാലും ജോക്കർ സിനിമ ദിലീപിന് ഒരു ഓണറബിൾ നൽകി. അത് കഴിഞ്ഞ് മറ്റൊരു സിനിമ ഇറങ്ങാം. അതാണ് നവംബറിൽ ഇറങ്ങിയ ഡാർലിംഗ്. അതും വീണ്ടും ഈ പറഞ്ഞ പോലെ കുഞ്ചാക്കോവൻ ആയിരുന്നു റോള്. കുഞ്ചാക്കോവൻ നിരസിച്ചു. അങ്ങനെയാണ് പിന്നീട് വിനീത റോളിലോട്ട് വരുന്നത്. രാജസേനൻ ചേരാം. അതിനു മുമ്പ് സ്വപ്നോത്തര ബാലഭാസ്കറിലെ ചെറിയൊരു വേഷം മുഴുവനുള്ള വേഷമാണ്. ഒരു സൈഡ് റോള് ദിലീപ് ചെയ്തു രാജസേനൻ. അത് കഴിഞ്ഞിട്ട് രാജസേനന്റെ ഒരു സിനിമ ചെയ്തതാണ് ഡാർലിംഗ്. അപ്പൊ ഡാർലിംഗും ഇതുപോലെ ഓണത്തിന് റിലീസ് ആവേണ്ടതായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. കാരണം ആ ഓണത്തിന് ദേമാവിലി കൊമ്പത്ത് കാസറ്റ്, ദിലീപ് നാദർഷ ടീമിന്റെ ദേമാവിലി കൊമ്പത്ത് ഓണത്തിന് 2 ആഴ്ച മുമ്പ് ആ കാസറ്റ് ഇറങ്ങിയപ്പോൾ ആ കാസറ്റിന്റെ അന്നൊക്കെ കാസറ്റിന്റെ ഒരു A സൈഡ് B സൈഡ് ഉണ്ടാവും. ആ കാസറ്റിന്റെ ഏറ്റവും അവസാനം ഡാർലിംഗിലെ പാട്ടുകൾ അതിന്റെ ചെറിയൊരു 2 വരി കാണിച്ചിട്ട് ഡാർലിംഗ് ഓണത്തിന് റിലീസ് ആവാൻ പോകുന്നു എന്ന് പറഞ്ഞ്, എനിക്ക് തോന്നുന്നു ആ ദേമാവിലി കൊമ്പത്തിന്റെ ഓഡിയോ കാസറ്റ് ഇറക്കിയ ഓഡിയോ കമ്പനിയും ഈ ഡാർലിംഗിന്റെ ഓഡിയോ കമ്പനിയും അവര് ജോണി സാഗരികയാണോ ഞാൻ മറന്നുപോയാണെന്നുള്ളത്. എന്തായാലും അവരുടെ ഒരു പരസ്യം പോലെയാണ് അത് കൊടുത്തിരുന്നത്. പക്ഷെ അതും ഓണത്തിനല്ല ഇറങ്ങിയത്. ഡാർലിംഗും നീണ്ടുപോയി എന്നുള്ളതാണ്. പക്ഷെ ഡാർലിംഗ് ഇറങ്ങിയിട്ട് നമുക്കറിയാം അത് നല്ല ഹിറ്റായി. അത് ഫസ്റ്റ് ഡേ ആണ് ഞാൻ കാണുന്നത്. അത് സെക്കൻഡ് ഷോ ആണ് കാണുന്നത്. തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ്. അത് ഇറങ്ങിയ സമയത്ത് ആദ്യത്തെ ഷോയിൽ വരെ തിരക്കില്ല. പക്ഷെ ഈവനിങ് ഷോ കഴിഞ്ഞ് സെക്കൻഡ് ഷോ ഒക്കെ ആയപ്പോഴേക്കും അഭിപ്രായം വന്നു. ആ ഒരു സാറ്റർഡേ സൺഡേ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അങ്ങോട്ട് പടം കത്തിക്കേറി എന്നുള്ളതാണ്. ഡാർലിംഗ് കഴിഞ്ഞ് പിന്നെ ദിലീപ് അടുത്ത് ചെയ്തത് തെങ്കാശിപ്പട്ടണം റിലീസ് ആവുന്നത് ഡിസംബർ മാസമാണ്. തെങ്കാശിപ്പട്ടണത്തെ കുറിച്ച് നമ്മൾ തന്നെ ഒരുപാട് എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ നമുക്കറിയാം അതിൽ ദിലീപ് ഇല്ലായിരുന്നു. സുരേഷ് ഗോപിയുടെ ലാലിന്റെയും കഥയാണ്. ദിലീപ് കഥ കേട്ടിട്ട് ആ റോള് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ദിലീപ് ആ റോള് ഏറ്റെടുത്തോണ്ട് നമുക്കറിയാം ദിലീപിന്റെ ഒരു ബ്രില്യൻസ് ആണ്. ദിലീപ് എന്ന് പറഞ്ഞ നടന്റെ കയ്യിൽ ആ റോള് കിട്ടിക്കഴിഞ്ഞപ്പോൾ വേറെ ഒരു നടനാണെങ്കിലും ആ ശത്രു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് ഇത്രയ്ക്ക് ഒരു ഇമ്പാക്ട് വരുത്താൻ പറ്റില്ല. ദിലീപ് അതിൽ സ്ക്രിപ്റ്റിൽ ഇടപെട്ട് സ്ക്രിപ്റ്റിൽ ഇരുന്ന് നല്ല രീതിയിൽ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ട് എല്ലാവരും ടീം വർക്കിന്റെ ഭാഗം തന്നെയായിരുന്നു ആ സിനിമയുടെ ഒരു വിജയം. അങ്ങനെ ഒരു ബാക്ക് ടു ബാക്ക് ഒരു 3 സിനിമകൾ, ജോക്കർ, ഡാർലിംഗ്, തെങ്കാശിപ്പട്ടണം. ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ജനുവരി മാസത്തെ, തൊട്ടടുത്ത വർഷത്തെ ജനുവരി മാസത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു, ഒരു മാഗസിനിൽ ഞാൻ വായിച്ച ഓർമ്മയുണ്ട്. ദിലീപ് ഒരു ബുള്ളറ്റിലോ ഒരു ബൈക്കിലോ ഇരിക്കുന്ന ഒരു പടമൊക്കെ വെച്ചിട്ട് അതിന്റെ അടിയിൽ ദിലീപിന്റെ പ്രതിഫലം 10 ലക്ഷമായി. ഡാർലിംഗ് തെങ്കാശിപ്പട്ടണത്തിന്റെ വിജയത്തോടുകൂടി ദിലീപിന്റെ പ്രതിഫലം 10 ലക്ഷമായി എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്കൂടെ അന്ന് അതിനൊക്കെ മുമ്പ് 99 ഒരു 2 ലക്ഷം 3 ലക്ഷം ഒക്കെ റെമ്യൂണറേഷൻ ഉണ്ടായിരുന്ന ദിലീപാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു 3 സിനിമകളുടെ വിജയത്തോടു കൂടി പിന്നെ 2001 എന്ന് പറഞ്ഞ വർഷം 2002 അങ്ങോട്ട് ദിലീപിന്റെ ഒരു യാത്ര തന്നെയായിരുന്നു. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡ് ചെയ്യാം. എന്തായാലും ഞാൻ ഈ പറഞ്ഞ 5 സിനിമകൾ അതിൽ വർണ്ണക്കാഴ്ചകളും അതുപോലെ തന്നെ ഈ മിശ്രപട്ടലും, ഇത് രണ്ടും ഞാൻ അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുള്ള സിനിമയല്ല, പിന്നെ ഒരു TV-യിലൊക്കെ വന്നിട്ട് കണ്ടിട്ടുള്ള സിനിമകളാണ്. ജോക്കറും ഡാർലിംഗും തെങ്കാശിപ്പട്ടണം തൃശ്ശൂർ രാമദാസ് തിയേറ്റർ എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ജോക്കർ നേരത്തെ പറഞ്ഞ ബിന്ദു തിയേറ്ററിനും ഡാർലിംഗ് ജോസ് തിയേറ്ററിനും. ഇത് 3 തിയേറ്ററിലും നല്ല ഇമ്പാക്ട്, നല്ലൊരു ഓളത്തിലാണ്. ജോക്കർ പക്ഷെ റിലീസായി കുറച്ച് കാലത്തിന് ശേഷം ഞാൻ കണ്ടു. അപ്പോഴേക്കും ആളൊക്കെ കുറഞ്ഞിരുന്നെങ്കിലും ഹിറ്റായ ശേഷമാണ് അഭിപ്രായം കേട്ടിട്ടാണ് തിയേറ്ററിൽ പോകുന്നത്. പക്ഷെ ഡാർലിംഗും തെങ്കാശിപ്പട്ടണമൊക്കെ റിലീസ് ദിവസം തന്നെ കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസും ഈ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ കൂടുതൽ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യാം.